എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ഇടാനായിട്ട് താമസിക്കുന്നുണ്ട്. കാരണം നെറ്റ് ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയോട് തന്റെ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ണിമോള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമോള് പറഞ്ഞു, മുത്തശ്ശി, ഗിരിദേവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ മരിക്കാൻ പോവാ, അതുകൊണ്ടല്ലേ ഗിരിദേവൻ എന്നെ വേണ്ടാത്തേന്ന് ചോദിക്കാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അങ്ങനൊന്നും പറയരുത് ഉണ്ണിമോളെ. കാരണം ഇതിനു മുൻപ് പല ആപത്തുകളിൽ നിന്നും ഉണ്ണിമോളെ ഗിരിദേവൻ രക്ഷിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഗിരിദേവൻ കൈവിടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അന്നെങ്കിൽ എന്താ മുത്തശ്ശി എന്റെ അടുത്തേക്ക് ഗിരിദേവൻ വരാത്തെ? ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരു വെറുതെ കാര്യയോട് എന്ന പോലും എന്നെ ഒന്ന് ചിരിച്ചു കാണിക്കോ, എന്നോട് ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തില്ല. ഞാൻ ഗിരിദേവനോട് സംസാരിച്ചോണ്ട് ചെന്നാ, പക്ഷെ ഗിരിദേവനോട് സംസാരിച്ചെന്ന് പോലും മൈൻഡ് ആക്കാതെ ഗിരിദേവൻ പോയെന്ന് പറയാം. അതിന് ചിലപ്പോ എന്തെങ്കിലും ഒരു കാരണം കാണും ഉണ്ണിമോളെന്ന് പറയാം. അല്ല, എനിക്കറിയാം ഗിരിദേവന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ എന്നോട് ഇഷ്ടമില്ല. അവന് പുതിയ കൂട്ടൊക്കെ കിട്ടിക്കാണൂന്ന് പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല ഗിരിദേവൻ എന്നറിയാലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ ആ ശിവലിംഗമായിട്ട് ഇത് ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഉണ്ണിമോളുടെ അടുത്തേക്ക് വരാനായിട്ട് എന്നോട് പറയില്ലോ എന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ മുത്തശ്ശി. പക്ഷെങ്കിൽ എനിക്കെന്തോ അറിയത്തില്ല, എനിക്ക് ശബരിമല പോകാൻ സാധിക്കില്ല മുത്തശ്ശി. ഞാൻ ഇവിടെ കിടന്ന് മരിക്കത്തോളെന്ന് പറയാം. അത് കേട്ടത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അല്ലെങ്കിൽ ഗിരിദേവൻ എന്റെ കൂടെ വരില്ലായിരുന്നോ? ഗിരിദേവൻ വന്നാൽ എനിക്കൊരു ആപത്തും വരത്തില്ല. പക്ഷെ ഞാൻ മരണത്തിലേക്ക് പോവാന്ന് അറിഞ്ഞുകൊണ്ടാ ഗിരിദേവൻ വരാത്തെന്നൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശിക്കാൻ വിഷമായി. മുത്തശ്ശി പറഞ്ഞു, മോള് വിഷമിക്കാതിരിക്കുക, ഞാൻ ഗിരിദേവനെ ഒന്ന് പോയി കാണട്ടെ. എന്റെ അയ്യപ്പസ്വാമി, എന്റെ മോളുടെ പ്രാർത്ഥന നീ കേട്ടില്ലേ? അവൾ കരഞ്ഞപേക്ഷിക്കുന്ന കേട്ടില്ലേ? നിനക്കിനി എങ്ങനെ കണ്ണടയ്ക്കാൻ തോന്നും? എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇനി എവിടെയാ വരണ്ടേ? എന്താ ചെയ്യണ്ടേ? എന്റെ ജീവൻ വെള്ളമെടുത്തു, പക്ഷെ എന്റെ മോളുടെ ജീവൻ ഒരു ആപത്തും വരത്തില്ല അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് അയ്യപ്പസ്വാമിനെ വിളിക്കുകയാണ്. പിന്നീട് ഗിരിദേവന്റെ മാവയുടെ അടുത്ത് മുത്തശ്ശി എത്തുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവൻ എന്താ എന്റെ ഉണ്ണിമോളെ കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ ഒന്നും മിണ്ടില്ല. എന്താ ഗിരിദേവൻ ഒന്നും മിണ്ടാത്തെന്ന്? എനിക്കറിയാം, ഈ പണ്ടത്തെ പോലെ സ്നേഹമൊന്നും എന്റെ ഉണ്ണിമോളോട് ഗിരിദേവൻ ഇല്ലെന്നാ ഇപ്പം ഉണ്ണിമോള് പറയണേ. അതിൽ വല്ല സത്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗിരിദേവൻ ചോദിച്ചു, അല്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ആ ശിവലിംഗം എടുത്തോണ്ട് മുത്തശ്ശിയോട് അവളെ അനുഗമിക്കാൻ ഞാൻ പറയില്ലായിരുന്നല്ലോ. അല്ല ഗിരിദേവ, അങ്ങനെയാണ് പിന്നെ ഗിരിദേവൻ അവളെ അനുഗമിച്ച കൂടായിരുന്നോ? എന്നെ എന്തിനാ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ബാബര് പറഞ്ഞു, ഗിരിദേവന് അതിൻ്റെതായ ചില പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മുത്തശ്ശി. അതുകൊണ്ടാ. അതൊരു പക്ഷെ മുത്തശ്ശിക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ എപ്പോഴേലും ഏതേലും സമയത്ത് മനസ്സിലാവുമെന്ന് പറയാ. ഗിരിദേവൻ പറഞ്ഞു, അത് ശരിയാ, മുത്തശ്ശിക്ക് ഇപ്പൊ അതിന്റെ കാരണ സഹിതങ്ങളൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഒരു ദിവസം മുത്തശ്ശി എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാം. അത് കേട്ട മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ ഈ പറയുന്ന തത്വങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്കറിയാം ഗിരിദേവൻ ഒരിക്കലും എന്റെ ഉണ്ണിമോളെ കൈവിടില്ലെന്നറിയാം. പക്ഷെ ഇപ്പോഴ് എന്തുകൊണ്ടാണ് ഉണ്ണിമോളുടെ അടുത്തേക്ക് ചെല്ലാത്തതെന്ന് മാത്രം എനിക്ക് വിഷമമുള്ളൂ. കാരണം അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൾ മരിക്കാൻ പോവാണ്. അവൾക്ക് ഒരിക്കലും അയ്യപ്പസ്വാമിനെ കാണാൻ പറ്റില്ലെന്ന് അവള് പറയണേ. അതൊക്കെ കേട്ട് കഴിയുമ്പത്തേനും ഒരു മുത്തശ്ശിയല്ലേ, എത്ര വിഷമ. അവൾക്കിനി എത്ര സമയം ആയുസുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഗിരിദേവൻ തന്നെ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവളുടെ മരണം ഏകദേശം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കില്ലേ ഗിരിദേവൻ അവളോടൊപ്പം പോകാത്തേന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയാം. എന്ത് തന്നെയായാലും കുഴപ്പമില്ല, ഗിരിദേവൻ ആൾക്ക് അഹിതമായതൊന്നും ചെയ്യത്തില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവളുടെ നന്മയ്ക്കരുതേ ചെയ്യത്തോളെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കാര്യം പറ, ഗിരിദേവൻ അവളെ പിന്തുടർന്ന് പോകാത്തതിന്റെ കാരണം എന്താന്ന് ചോദിക്കും. ആ സമയം ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു. ഉണ്ണിമോൾ അടുത്തേക്കൊന്നും വന്നില്ല. ഉണ്ണിമോൾ നീങ്ങി എന്നിട്ട് പറഞ്ഞു, അതെ വേണ്ട മുത്തശ്ശി, ഇനി അവരോടൊന്നും ചോദിക്കൊന്നും വേണ്ട. പറയാൻ വലിയ ജാടയുള്ളവരോട് എന്തിനാ മുത്തശ്ശി ചോദിക്കുന്നത്? എന്റെ കൂടെ വരാൻ മടിയായിരിക്കും എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അല്ല, ഉണ്ണിമോളെ പിന്തുടർന്ന് പോയിക്കൂടെന്ന് ചോദിക്കാം. അപ്പോഴേക്ക് യമദേവൻ അങ്ങോട്ട് വന്ന് നോക്കുവാണ് ഗിരിദേവനെ. ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല, അതിന് മറുപടി കൊടുത്തില്ല. കാരണം താക്കീതാണ് യമദേവന്റെ. ഒരിക്കലും ഉണ്ണിമോളെ പിന്തുടരല്ല എന്നുള്ള ഒരു താക്കീത്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, എനിക്ക് അതിന് സാധിക്കില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവാണ്. മുത്തശ്ശിക്ക് മനസ്സിലായി, ഒരു കാര്യമില്ലാതെ ഗിരിദേവൻ അങ്ങനെ പറയില്ല. തന്റെ ഉണ്ണിമോളെ അല്ലെങ്കിൽ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, ഞാൻ പോയി ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് വരാം മുത്തശ്ശി. പിന്നീട് ഞാൻ തന്നെ ശബരിമലയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ ഉണ്ണിമോള് പറയണം. അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ക്ഷേത്രക്കുളത്തിലേക്ക് പോകണം, കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. ഉണ്ണിമോള് തന്നെയാണ് അങ്ങോട്ടേക്ക് പോണേ. ഈ സമയം ദിവ്യയും നന്ദനയും അവരൊക്കെ ഒരു 2-3 കുട്ടികളും കൂടെ ഒരു സ്ഥലത്ത് കാണ്ട് ഒത്തുനടുവിൽ നിൽക്കുകയാണ്. അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. ആ കൂടെ വിനോദമുണ്ട്.
കുറെ അന്വേഷിച്ച് അവര് കണ്ണനെ അഭിജിത്തിനെയൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവിടെ എങ്ങും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് പറഞ്ഞു, അങ്കിളെ ഇതുവരെയായിട്ട് അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ, അവരെവിടെയാ പോയെന്നും അറിയത്തില്ലോ എന്ന് പറയാം. വിനോദ് പറഞ്ഞു, എനിക്കും അറിയില്ല, ആ കുട്ടികൾ ഇത് എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ടല്ലേ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക. അതേന്ന് പറയണം. വിശ്വസിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അപകടം കൂടാതെ നിങ്ങൾ അവിടെ എത്തുന്നല്ലേ വീട്ടിൽ തിരിച്ച്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരികെ പോയിക്കോളാൻ പറയണം. അതെങ്ങനെ ശരിയാവും നിങ്ങളെ? ഞങ്ങൾ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നേ? ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കേണ്ടെന്ന് ചോദിക്കാം. അവളുടെ ജീവൻ രക്ഷിക്കാൻ കരുതിയല്ലേ ഇറങ്ങി പുറപ്പെട്ടെ. പക്ഷെ നിങ്ങൾക്ക് അവളെ പിന്തുടരാനായിട്ട് പറ്റിയില്ലോ. എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്, അതാണ് നിങ്ങളെ ഇങ്ങനെ എല്ലാരെയും മാറ്റിയിരിക്കുന്നത്. അവൾക്ക് ഒത്തിരി ആപത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇനി അവളുടെ കൂടെ പോകുന്ന നിങ്ങളെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് പറ്റില്ല. നിങ്ങൾക്കും ചിലപ്പോൾ ആപത്തുണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ പ്രതീക്ഷ അവിടെ കാത്തിരിക്കുമല്ലോ വീട്ടില്. നിങ്ങൾക്കൊരു പോറൽ പോലും ഏക്കരുത്. നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയിക്കൊള്ളാൻ പറയാം. അല്ല, നിങ്ങൾക്ക് വന്ന വഴി തന്നെ പോകാൻ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് നന്ദന പറഞ്ഞു, അങ്കിളെ ഞങ്ങൾ എങ്ങനെ പോവാനാ? അല്ലെങ്കിൽ ഈ വന്ന വഴിയൊക്കെയാണല്ലോ ദുർക്കണം പിടിച്ച വഴിയാ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇതുവരെയായിട്ടും കണ്ണനെ അഭിജിത്തിനെ സഞ്ജുവിനെ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയാൻ. അവർക്ക് പോലും എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. വിനോദ് പറഞ്ഞു, അവരെ ഞാൻ കണ്ടെത്തും. അവരിവിടെ ഈ കാടിനകത്ത് എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടായിരിക്കും. പുറത്തു വരാനുള്ള വഴി പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരെന്ന് പറയാ. ആ സമയം നന്ദന പറഞ്ഞു, നമുക്ക് ശബരിമലയ്ക്ക് തന്നെ പോവാം. വഴിക്ക് ഒരു പക്ഷേ മീനാക്ഷിനെ കണ്ടാലോ? മീനാക്ഷിനെ കണ്ടാൽ മീനാക്ഷിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. വിനോദ് ചോദിച്ചു, അല്ലെ ഈ വഴിയൊന്നും പരിചയമില്ലാത്തല്ലേ നമുക്ക്? അതെങ്കിലെ പരിചയമില്ലാത്ത വഴിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ അങ്കിളിനോടൊപ്പം വരുവാന്ന് പറയാണ്. എന്നോടൊപ്പം വരാനാ. അതെ, അങ്കിളിനെ എങ്ങനെയാ ഞങ്ങൾ തനിച്ചു വിടുന്നേ? വേണ്ട, അത് വേണ്ട. അങ്കിൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് ഞങ്ങൾക്കും വിഷമാവുന്ന കാര്യമാണ്. പിന്നെ വീട്ടുകാരൻ ഞങ്ങളെ വിശ്വസിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ഞങ്ങളെ കാത്തോളൂ അങ്കിളെ. ആ കാര്യം ഓർത്ത് അങ്കിള് വിഷമിക്കണ്ടെന്ന് പറയും. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല നിങ്ങളോട്. എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ 3 മക്കള് നിങ്ങൾ എൻ്റെ ഉണ്ണിമോളോട് ഇത്ര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. സ്വന്തം പെറ്റമ്മ പോലും അല്ല, പോറ്റമ്മ പോലും അവളെ തള്ളിക്കളഞ്ഞ, എന്നിട്ടും നിങ്ങൾ അവളെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. ഇതിന്റെ നന്ദിയൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും ദിവ്യ പറഞ്ഞു, അതൊന്നും സാരില്ല അങ്കിളെ. അങ്കിളിന് ഈ പോകുന്ന പോക്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്കിള് തന്നെ അങ്ങനെ പോകണ്ട. അങ്കിളിനെ തന്നെ ഞങ്ങൾ വിടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ വരാന്ന് പറഞ്ഞ്. പിന്നീട് വിനോദ് ആ 3 കുട്ടികളെയും ചേർത്ത് നടക്കുവാണ്. അപ്പൊ കണ്ണനും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിയണം. അവരെയും കണ്ടുപിടിക്കണം. കാരണം എല്ലാരും വിട്ടിരിക്കുന്ന ഉണ്ണിമുളക്കൊരു അപകടം സംഭവിക്കല് അന്നൊക്കെ വിചാരിച്ച വീട്ടുകാർ പറഞ്ഞു വിട്ടിരിക്കുന്ന തന്നെ. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ സമയം ഉണ്ണിമോള് ക്ഷേത്രക്കുളത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഇടിയൊക്കെ മിന്നുന്നുണ്ട്. ഇതെന്താ പോലും ഇങ്ങനെ ഇത്രമാത്രം ഇടിയൊക്കെ മിന്നുന്നേ? പിന്നീട് ഉണ്ണിമോൾ അങ്ങ് നടന്നുപോയി. ആ ഇടിയൊക്കെ മിന്നുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പസ്വാമി ഇങ്ങ് നടന്നു വരുക. പെട്ടെന്ന് യമദേവൻ അയ്യപ്പസ്വാമിനെ വിളിക്കുവാണ്. കുമാരൻ എനിക്കൊരു പ്രതിജ്ഞ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഇതിനൊന്നും തടസ്സങ്ങളാകത്തില്ല, എന്റെ കർമ്മത്തിനൊന്നും തടസ്സമായിട്ട് ഇടയ്ക്ക് കയറി നിൽക്കില്ല എന്നുള്ള കാര്യം. കുമാരന് ഒരു കാരണവശാലും ബാലികയുടെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതിന് ഞാൻ ബാലികനെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളുടെ കർമ്മത്തിന് ഒരിക്കലും ഞാൻ തടസ്സമായിട്ട് വന്ന് നിന്നിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം യമദേവൻ പറഞ്ഞു, അത് പിന്നെ കുമാരൻ മുമ്പ് എനിക്ക് വാക്ക് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കാരണം ഒരഗ്നിയായിട്ട് ഞാൻ അവളുടെ അരിയിലേക്ക് ചെന്നുമ്പോൾ അവളുടെ ജീവൻ എടുക്കാനായിട്ട് ജലമായിട്ട് കുമാരൻ വരത്തില്ലാന്ന്. ഞാൻ മൂർച്ചുള്ള ആയുധമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അങ്ങ് പരിചയമായിട്ട് വരത്തില്ലാന്ന്. പിന്നെ ഞാൻ വിഷമരുന്നുമായിട്ട് ചെന്ന് കഴിയുമ്പം അങ്ങ് ഔഷധമായിട്ട് വരത്തില്ലാന്ന്. അതൊക്കെ എനിക്ക് സത്യം ചെയ്ത് തന്നിരിക്കുന്ന കാര്യമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അതിന് ഞാൻ സത്യലംഘനം നടത്തിയിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങൊന്ന് പേടിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടത് യമദേവൻ പറഞ്ഞു, എനിക്കറിയാം കുമാരൻ വേറെന്തോ തന്ത്രം മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയാ. ഒരു കാരണവശാലും കുമാരൻ അങ്ങോട്ടേക്ക് വരല്. വന്നിട്ടുണ്ടെങ്കിൽ ആജ്ഞ ധിക്കരിച്ച അറിയാലോ, എനിക്ക് കുമാരനെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ അങ്ങയുടെ പിതാവിന്റെയാണ് ലംഘനമാണ് ലംഘിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ ഗിരിദേവനോട് പറയണം. ഗിരിദേവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് ഉണ്ണിമോള് കുളിയെല്ലാം കഴിഞ്ഞ് പോവാണ്. ഒരുത്തരം ഭയങ്കര ഇടി. ഉണ്ണിമോള് നോക്കി എവിടെയും കയറി നിൽക്കാനും പറ്റില്ല. വലിയ മഴ ഇടിയൊക്കെ വരണമെന്ന് തോന്നേ. എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ, എൻ്റെ അയ്യപ്പസ്വാമി എന്നെ കാത്തോണേന്ന് പറയാണ്. ഉണ്ണിമോള് ചെവിയൊക്കെ പൊത്തിക്കൊണ്ട് നടക്കുക. ഉണ്ണിമോള് കാപ്പാടെ പേടിയെ. അപ്പത്തേനും ആകാശത്ത് നിന്ന് വലിയൊരു മിന്നൽ ഇങ്ങോട്ട് വരുവാണ്. മിന്നൽ വന്ന് ഉണ്ണിമോളുടെ ശരീരത്തെ വിഴുങ്ങാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ചെറിയ കുഞ്ഞു കയ്യ് ഉണ്ണിമോളെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്. ഉണ്ണിമോള് പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ മിന്നൽ വന്ന് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഉണ്ണിമോളെക്കാളും പാതി ഒരു 3-4 വയസ്സ് അത്രയും കഷ്ടി കാണുള്ളൂ.
അപ്പൊ അവൻ വന്ന് കയ്യിലേക്ക് വലിച്ച് പുണ്യം വിളിച്ചു. അയ്യോ, നീ വന്നില്ലായിരുന്നെങ്കിൽ ദേ ഇപ്പൊ ഞാൻ ഇവിടെ മരിച്ചു വീണെന്ന് പറയാ. അല്ല സത്യം പറ, നീ ആരാന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല ബാലകന്. എനിക്ക് നിന്നെ കാണുമ്പോൾ ആരോ ഓർമ്മ വരുന്നെന്ന് അറിയാവോ? എന്റെ അഖിൽ മോനെ ഓർമ്മ വരുന്നേ. ഇപ്പൊ നിന്നെ കാണുവാണെ മുത്തശ്ശി പറഞ്ഞാനോ അഖിൽ മോനെ കുറിച്ച് പറഞ്ഞാനോന്ന് പറയണ. അല്ല നീ ഇത് എവിടെന്നാ വരുന്നേ? കൃത്യസമയത്ത് നീ എത്തിയില്ലായിരുന്നെങ്കിൽ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ആരും കണ്ടില്ലല്ലോ, നിന്റെ അച്ഛനെ അമ്മേനെ ആരെയും കാണുന്നില്ല. അച്ഛനും അമ്മയൊന്നും ഇല്ല, ഒറ്റയ്ക്കാണോ നീ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു? അത് ഇത്രയും വലിയ ഇടിയും മഴയൊക്കെ വരാൻ പോണ സമയത്ത് എന്നെ കൃത്യസമയത്ത് തന്നെ നീ രക്ഷിച്ചു. ഒരു കാര്യം ചെയ്യ, നീ എവിടെ താമസിക്കണം, ഞാൻ നിന്നെ അവിടെ കൊണ്ടേ ആക്കാം എന്ന് പറയണ. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. ദേ വലിയ ഇടിയൊക്കെ വരുന്നുണ്ട്, അന്ന് എത്രയും പെട്ടെന്ന് പോവാം നമുക്ക് എന്ന് പറയണ. നീ പൊയ്ക്കോളാൻ പറയണ. പക്ഷെ ഈ സമയത്ത് അവനൊന്നും നോക്കില്ല. ഉണ്ണിമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ ക്ഷേത്രത്തിൽ അവിടെ എത്താറായപ്പോഴത്തേനും ഉണ്ണിമോള് പറഞ്ഞു, ദേ നിന്നോട് ഞാൻ കൂടുതൽ ചോദിക്കാൻ പറഞ്ഞു, നീ ഇവിടെയാണ് താമസിക്കണേന്ന് ചോദിക്കുക. അതിനും അവനൊന്നും മറുപടി പറഞ്ഞില്ല. എന്താ നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. അതിനും അവനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കാം. മുത്തശ്ശിക്ക് നിന്നെ കാണാൻ ഭയങ്കര സന്തോഷം, എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അവൻ മുത്തശ്ശിനെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആ കൈ അങ്ങോട്ട് പിടിപ്പിച്ചു. എന്നാ കുഴപ്പമില്ല, നീ എൻ്റെ ഒപ്പം പോന്നാ മതി എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ അങ്ങ് നടക്കുക. ഈ സമയം അവൻ അങ്ങോട്ട് മാഞ്ഞുപോയി, അപ്രത്യക്ഷനായി. പെട്ടെന്ന് ഉണ്ണിമോള് തിരിഞ്ഞു നോക്കിയുമ്പോ കാണുന്നില്ല, ആ കുഞ്ഞു പയ്യനെ കാണുന്നില്ല. ഇവന്റെ ഇതിലോടൊപ്പായി. അവൻ വിളിക്കുവാണ്. അങ്ങനെ വിളിച്ചു നടന്നിട്ടൊന്നും അവനെ കണ്ടില്ല. ഏതിലെ പോയെന്ന് പോലും ഉണ്ണിമോൾക്ക് അറിയത്തില്ലായിരുന്നു. ഈ സമയം ഗിരിദേവന്റെ വാവരുടെ അടുത്തേക്ക് എന്നിട്ട് പ്രണാമം പറയുവാണ് അവന്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, കുളത്തൂപ്പുഴയിലെ ബാലകന് പ്രണാമം എന്ന് പറയണം. അപ്പൊ കുളത്തൂപ്പുഴയിലെ ബാലകനാണ് വന്നിരിക്കുന്നത്. ആ സമയം ബാലകൻ പറഞ്ഞു, അങ്ങ് സ്മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഭക്തിയെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നോ, അതുകൊണ്ടാന്ന് പറയാം. ഒത്തിരി നന്ദിയുണ്ടെന്ന് ഗിരിദേവൻ പറയാണ്. അങ്ങനെ പിന്നീട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, അപ്പോഴേക്കും ഞാൻ വരാന്ന് പറയണം. അപ്പൊ യമദേവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അയ്യപ്പസ്വാമി തന്നെയാണ് കുമാരനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാബര് പറഞ്ഞു, ഇനിയിപ്പം ഉണ്ണിമോൾക്ക് അധികം ആയുസ് ഉണ്ടാകത്തില്ലോ, ശുഭനക്ഷത്രം ഇനി ഉണ്ടാവാനായിട്ട് എത്ര സമയം വേണം എന്ന് ചോദിക്കണ്ട. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു, ഇന്നും നാളെയും പിന്നെ നാളത്തെ രാത്രിയും കൊണ്ട് ശുഭനക്ഷത്രം ഉണ്ടാവുള്ളൂ. ശുഭനക്ഷത്രം പിറക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ആയുസ് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 3-ാം യാമം, സന്ധ്യയുടെ 3-ാം യാമം അതിനു മുമ്പാണ്. അതിനു മുമ്പ് തന്നെ ഒരു പക്ഷെങ്കിൽ യമദേവൻ ഉണ്ണിമോളുടെ ആയുസ് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കും മരണത്തിന് പിടികൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നക്ഷത്രം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും പോയി മറ്റന്നാള് തെളിയുവാണെങ്കിൽ പിന്നെ അവൾക്ക് ഒന്നുകൂടും പേടിക്കണ്ട. അവൾക്ക് ദീർഘായുസായിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. അവൾക്ക് ഒരു ശക്തിക്കും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ അവൾക്ക് നല്ലൊരു ജീവിതമായിരിക്കും പിന്നീട് കിട്ടാൻ പോണേന്നും പറയണം. ഇത് കേട്ടപ്പോൾ അവര് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉണ്ണിമോൾക്ക് ശുഭനക്ഷത്രം തെളിയുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ശുഭനക്ഷത്രം തെളിയണമെങ്കിൽ അതിന് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദോഷങ്ങളും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എന്തെന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.